നമ്മുടെ ജില്ലയിൽ ഈ സന്ദേശത്തിന്റെ പ്രസക്തി വളരെയേറെയാണ്. ഞാൻ ആത്മാവിൽ പറയാം, ഈ വാള്, ഈ വചനത്തിന്റെ വാള് ഇന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞും ഈ ദേശത്ത് വെട്ടു. ഹല്ലേലൂയ. നമുക്ക് ആ 3 ചിന്തകൾ എല്ലാം പറയാൻ എനിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ ചിന്ത. ആ 3 ചിന്തകൾ ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് വരേണ്ടതിന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ആവർത്തന പ്രയോഗം ശ്രോതാക്കളിൽ വിരസത ഉണ്ടാക്കുമെന്നാണ് ഭാഷാശാസ്ത്രം. പക്ഷേ ഇതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. അതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 1, മറ്റൊരിടത്തും രക്ഷയില്ല. 2, മറ്റൊന്നിലും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കൾ കേന്ദ്രീകരിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ വിശേഷപ്പെട്ട വസ്തുവകകൾ കേന്ദ്രീകരിച്ച് വിടുതലുണ്ട് എന്ന ചിന്ത നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ കേരളത്തിലെ ജില്ലകളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദേശം പരിശുദ്ധാത്മ നിയോഗത്താൽ ഒന്നുകൂടെ അത് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ആ വിഭജനം. മറ്റൊന്നിലും രക്ഷയില്ല. 3ാമത്തെ ചിന്ത, മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്ക് 1ാം ഭാഗത്തേക്ക് വരാം. മറ്റൊരിടത്തും രക്ഷയില്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളൊന്ന് വായിച്ചിട്ട്. ആവർത്തനം 34-ന്റെ 5ഉം 6ഉം. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബേത്പയോരിനരികെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മതി, ചുരുക്കി പറയാമേ. നമുക്ക് എല്ലാവർക്കും വചനം അറിയാവുന്നവരാണ്. എന്റെ ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എന്റെ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരിക്കും എനിക്കിവിടെ ഉപയോഗിക്കാൻ ഇഷ്ടം. അങ്ങനെ ഒരു സംവിധാനമുള്ളതുകൊണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന്റെ അധ്യക്ഷൻ മരിച്ചു. ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന ഇടവകാംഗങ്ങളുള്ള സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞു പോയെങ്കിൽ പരമാധ്യക്ഷൻ എന്ന് പറയാം. അങ്ങനെ വിളിച്ചാലും വിശേഷിപ്പിച്ചാലും അത് തെറ്റല്ല. കാരണം 30 ലക്ഷം വിശ്വാസികളാണ് ഈ അധ്യക്ഷന്റെ കീഴിലുള്ളത്, അല്ലെ, മോശയുടെ കീഴിലുള്ളത്. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ സമുദായത്തിന്റെ സഭയുടെ അധ്യക്ഷൻ മരിച്ചു. അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് മാന്യതയ്ക്ക് ഒരല്പം ക്ഷതമുണ്ടാക്കുന്ന പ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അദ്ദേഹം കബറടങ്ങി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും മാന്യത. ഞാൻ ഈ മോശയെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു സമുദായത്തിന്റെ അധ്യക്ഷൻ മരിച്ചാൽ മരിച്ചെന്നല്ലല്ലോ പറയുക, കബറടങ്ങി അല്ലെങ്കിൽ കാലം ചെയ്തു. യെസ്, അതൊക്കെയായിരിക്കും ഏറ്റവും നല്ല പ്രയോഗം. മോശ കാലം ചെയ്തു, മോശ കബറടങ്ങി. ലോകം കണ്ട ആദ്യത്തെ ഏറ്റവും വലിയ സമുദായത്തിന്റെ പരമാധ്യക്ഷൻ കബറടങ്ങി. പക്ഷെ ഇവിടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ. യഹോവ അവനെ അടക്കി
അടക്കി. ആ സ്ഥലം, മോശയെ അടക്കിയ സ്ഥലം ദൈവത്തിനല്ലാതെ ആർക്കും അറിയില്ല. അതൊരു നീതി നിഷേധമല്ലേ എന്നുള്ളതാണ് എന്റെ ചിന്ത ആദ്യം പോയത്. കാരണം 40 വർഷം ഒരു സമുദായത്തിന്റെ പരമാധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കുടുംബാംഗങ്ങളെ പോലും കാണിക്കാതെ, സഭാംഗങ്ങളെ കാണിക്കാതെ ദൈവം മറവ് ചെയ്തു എന്ന് പറയുന്നത് ഒരു പൗരാവകാശ ലംഘനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുക? ദൈവം ചെയ്ത ആ പ്രവൃത്തി ശരിയാണെന്ന് ആരാ പറയുക? ആരാണ് ആ ദൈവപ്രവൃത്തിയെ സ്വാഗതം ചെയ്യുക? കുറഞ്ഞ പക്ഷം മോശയുടെ കുടുംബാംഗങ്ങൾക്കെങ്കിലും ആ ഭൗതിക ശരീരം കാണാൻ അനുവാദം കൊടുക്കണ്ടേ? ദൈവം അനുവദിച്ചില്ല. ചരിത്രത്തിൽ ഇന്നും മോശയെ അടക്കിയ സ്ഥലം ദൈവം തമ്പുരാൻ അല്ലാതെ ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ലോകം കണ്ട ആദ്യത്തെ ഏറ്റവും വലിയ ആധ്യാത്മിക നേതാവിന്റെ ഭൗതിക ശരീരം ആരെയും കാണിക്കാതെ, ആരും കാണാൻ അനുവദിക്കാതെ ദൈവം തന്നെ അടക്കി? ആ ചോദ്യം ചെറുതല്ല. ആ ചോദ്യം ഗൗരവമുള്ള ചോദ്യമാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചിന്ത പറഞ്ഞോട്ടെ അഭിഷക്തന്മാരോട്. ഒരു പുരുഷായുസ്, ദൈവം അനുവദിച്ച ആയുസ്, മരുഭൂമിയിൽ ഇസ്രായേൽ സഭയ്ക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച ആ മനുഷ്യനെ എതിർത്തവരുണ്ട് സഭയിൽ, ഇല്ലേ? സ്വന്തം സഹോദരൻ ഉൾപ്പെടെ, പ്രവാചകിയായ സഹോദരി ഉൾപ്പെടെ, അങ്ങനെ മറ്റു പലരും മോശയുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്തവരായിരുന്നു. കുടുംബാംഗങ്ങളിൽ തന്നെ ചിലർ. ആ മനുഷ്യൻ അസ്വസ്ഥനായിട്ടുണ്ട് ഇടയ്ക്ക്. ഒരിക്കൽ ദൈവം തമ്പുരാനോട് ചോദിച്ചില്ലേ, ഞാൻ ഇവരെയൊക്കെ പ്രസവിച്ചോന്ന്? താങ്ങാനാവാത്ത ഹൃദയവേദന കൊണ്ട് മോശ ദൈവത്തോട് ചോദിച്ചു പോയതാ. അപ്പൊ മോശയുടെ 40 വർഷത്തെ ശുശ്രൂഷ കാലം അത്ര സുഖകരമൊന്നുമായിരുന്നില്ല. എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും, സഭയിൽ നിന്ന് പോലും ചിലർ എതിരാളികളായി നിന്നിട്ടുണ്ട്. എന്നാൽ കണ്ടോ, ആദരിക്കാനോ അംഗീകരിക്കാനോ ഒരു മൊമെന്റോ നൽകാനോ അന്നാരും തയ്യാറാകാതിരിക്കവേ ആ മനുഷ്യന്റെ ഭൗതിക ശരീരം എന്റെ ദൈവം സംസ്കരിച്ചു എന്ന് പറയുമ്പോ അതിനകത്തെ ദൂതുവല്ലോ മനസ്സിലാകുന്നുണ്ടോ? ആദരിക്കാതെ അകറ്റി നിർത്തുന്നവരുടെ മുൻപിൽ, മാനിക്കാതെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ, ചേർത്ത് പിടിക്കാതെ ഒറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ നിന്നെ അപമാനത്തിന് വിട്ടുകൊടുക്കുന്നവനല്ല ദൈവം. അവൻ ആദരിക്കുന്ന ദൈവമാണ്. അവൻ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. എത്ര മനോഹരമാണ് ആ ചിന്ത. ഞാൻ അഭിഷക്തന്മാരോട് പറയുകയാണ്, നമ്മൾ അർഹിക്കുന്ന അംഗീകാരം ഈ ഉലകത്തിൽ ആരും നമുക്ക് തന്നെന്നിരിക്കില്ല. പക്ഷെ നമ്മെ വിളിച്ച ദൈവം, ഹല്ലേലൂയ, നമുക്ക് ഞാൻ ഇതിനിടയ്ക്ക് കട്ട് ചെയ്തുകൊണ്ട് പറയട്ടെ, ചില മരണങ്ങൾ കഴിയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആരാ അടക്കിയെന്ന് ചോദിക്കും.
അത് നമ്മുടെ ഇടയിൽ പണ്ട് ആ ചോദ്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ചോദ്യമുണ്ട്. ആരാ അത് പറഞ്ഞാൽ അത് നമുക്ക് വലിയ വലിയ എന്താ പറയണ്ടേ, വലിയ ക്രെഡിറ്റ് ഉള്ളൊരു കാര്യമാണ്. ആരാ അടക്കിയത്? അത് ഇന്നാര് വന്ന അടക്കിയത്. ഞാൻ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പുള്ളി വന്നില്ലെങ്കിൽ ഈ പുള്ളി അടങ്ങുകയില്ലേ. അതിന് ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ അടക്കിയാൽ അടങ്ങുക. ഇത്രയും പറഞ്ഞ് തൽക്കാലം വിടുന്നു. ഇത് നമ്മളോട് മാത്രം പറയാനുള്ള യോഗം അല്ലാത്തത് കൊണ്ട് അതിന് മേലോട്ട് ഞാൻ പോകുന്നില്ല. എന്നിട്ട് ഇരിക്കുകയാണ് ലോക്കൽ സഭയുടെ ശുശ്രൂഷകരും ഈ 2-3 ദിവസമായി ഉറക്കളച്ച വിശ്വാസികളും എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. എന്നാ വന്നില്ല, കോളഞ്ചേരി വരെ എത്തിയിട്ടും ആരാ അടക്കുന്നവൻ. ഇത്രയും പറഞ്ഞ് ഞാൻ തൽക്കാലം വിടുകയാണ്. അടങ്ങിക്കിടന്നാ മതി, ആരെങ്കിലും അടക്കട്ടെ. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള വ്യാപാരങ്ങൾ ഒന്ന് തൊട്ടു പോയില്ലെങ്കിൽ പിന്നെ അതിനൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, മോശയ്ക്ക് കിട്ടിയ അംഗീകാരം ലോകത്തിൽ ആർക്ക് കിട്ടി? അതൊരു ദൂത ഇന്ന് രാത്രി ഞാൻ ചില അഭിഷക്തന്മാരോട് പറയുകയാണ്. ആരും നൽകാത്ത അംഗീകാരം ദേശത്ത് നിനക്ക് നൽകി. നിന്റെ തല ഉയർത്താൻ അവരെ വിളിച്ച ദൈവത്തിന് കഴിയും. ഈ 2025 എന്നെ വിളിച്ച ദൈവം എന്റെ തല ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? എന്റെ തലമുറകളുടെ തല ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മോശയുടെ കബറിടം ആരും കാണാതെ ദൈവം മറവ് ചെയ്തത്? ആ ചോദ്യം ഏറെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ഓടിച്ചു പറയാം അതിന്റെ ഉത്തരം. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഉത്തരം പറയാം. ഈ മോശ ഒരു 10-40 ദിവസത്തെ നോയമ്പാചരണത്തിന്റെ ഭാഗമായി സീനായി പർവ്വതത്തിലേക്ക് കയറി. നോയമ്പെന്നൊക്കെയുള്ള പ്രയോഗം എന്റെ നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്, ദൈവമക്കളെ ക്ഷമിക്കണം. അതാണല്ലോ ഭക്ഷണം വെടിഞ്ഞ് മോശ 40 ദിവസം, അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടല്ലല്ലോ പോയത്. അപ്പോ ആഹാരം വെടിഞ്ഞ് 40 നാൾ ദൈവത്തോടു കൂടിയായി. മോശ പോയപ്പോ ഇസ്രായേൽ മക്കൾ മോശയുടെ ജ്യേഷ്ഠനോട് പറയുന്നൊരു വാചകം നമ്മെ ഞെട്ടിക്കുന്നൊരു വാചകമാണ്. എന്താ? ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഓ, ഇസ്രായേൽ സഭയുടെ ആവശ്യം കണ്ടോ? മോശ അവരുടെ മുമ്പിൽ നിന്ന് മാറി പർവ്വതത്തിലേക്ക് പോയപ്പോ മോശയുടെ സമുദായം മോശയുടെ ജ്യേഷ്ഠനോട് പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. എന്താണ് അതിന്റെ അർത്ഥം? ഇതിനോടകം മോശയെ ഇസ്രായേൽ മക്കൾ ദൈവമായി കണ്ടു തുടങ്ങി. ഇവിടെയാണ് മനുഷ്യ ദൈവങ്ങളുടെ ഉത്ഭവം. മോശയെ ദൈവമായി കാണാൻ ഇവർ ആരംഭിച്ചത് എന്തുകൊണ്ടാവാമെന്നുള്ള പഠനത്തിലേക്ക് പോയാൽ എല്ലാം പറയാൻ നേരമില്ലെങ്കിലും ചുരുക്കി പറയാം. ചെങ്കടലിന്റെ മുൻപിൽ മോശ ഒന്നും ഉച്ചരിച്ചില്ല. മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടി, വഴി തുറന്നു. ഇത് ദൈവവും മോശയും മാത്രം തമ്മിലുള്ള ഇടപാടാണ്. ദൈവം മോശയോടെ പറഞ്ഞ, നിന്റെ കയ്യിലുള്ള വടി നീട്ടുക. മോശ വടി നീട്ടി, വഴി തുറന്നു. ഇനി മാറായിലെത്തിയപ്പോ വെള്ളം കയ്പുള്ളതായിരുന്നു. വൃക്ഷത്തിന്റെ കമ്പ് വെട്ടി വെള്ളത്തിലിട്ടു. വെള്ളം മധുരമുള്ളതായി. ഈ കുറഞ്ഞത് ഈ 2 ചിന്ത മാത്രം ഒന്ന് എടുത്ത്, ഈ ചിന്ത മാത്രം. ഇവരുടെ കണ്ണിൽ ഇതിനോടകം മോശയിൽ ഒരു ദിവ്യത്വം, മോശ ഒരു ദിവ്യനാണ്,
മോശ ഒരു സിദ്ധനാണ്, മോശ ഒരു ദൈവമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് ഇസ്രായേൽ സഭ വന്നതിന്റെ സമയക്കുറവുകൊണ്ട് രണ്ട് കാരണം ഞാൻ പറഞ്ഞോളൂ. ഞങ്ങളുടെ ദൈവദാസന് ഒരു വടി മതി വഴി തുറക്കാൻ. ഒരു വടിയും കൊണ്ട് ഒരു കടലിൽ വഴി തുറക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അനുയായികളല്ലേ ഉണ്ടാവും. അവരന്നേ അത്ഭുതത്തോടെ നോക്ക. പിന്നെ കയ്പ് മാറ്റാൻ ഒരു കമ്പ് മതി. ഇവര് മനസ്സിൽ കരുതി, ഇവര് മനസ്സിൽ നിശ്ചയിച്ചു, അമ്രാമിന്റെയും യോക്കേബേദിന്റെയും ഒരു സാധാരണ മകനല്ല ഞങ്ങളുടെ പരമാധ്യക്ഷൻ. ഞങ്ങളുടെ പരമാധ്യക്ഷൻ സിദ്ധികളുള്ളയാളാണ്, വടി കൊണ്ട് വഴി തുറക്കുന്നയാളാണ്, കമ്പുകൊണ്ട് കയ്പ് മാറ്റുന്നയാളാണ്. ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള ചില സിദ്ധികൾ ഉള്ള കേന്ദ്രങ്ങൾ ഞാൻ പാർക്കുന്ന എറണാകുളത്താണ്. ഞങ്ങളുടെ അടുത്തുണ്ട്. ഭയങ്കര ജനത്തിരക്കാണ്, ഭയങ്കര ജനത്തിരക്കാണ്. ഏതാണ്ട് അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് വേദപുസ്തകത്തിലെ ഉപദേശ വിഷയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തോ സിദ്ധികളുണ്ടെന്ന് വരുത്തി തീർത്ത് ജനത്തെ വശീകരിച്ച് വലച്ച് അവരിൽ നിന്ന് ആദായം അപഹരിച്ച് വാഴുന്ന ആത്മീയ ആചാര്യന്മാർ ഇന്ന് കേരളത്തിൽ ഒരു വെല്ലുവിളിയാണ്. അപ്പൊ മോശയെ ഇതിനോടകം ജനം ദൈവമായി കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് മോശ പോയപ്പോ ഈ അഹരോനോട് ഇസ്രായേൽ മക്കൾ പറഞ്ഞത്, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. നിങ്ങൾ ഓർക്കണം, ഒന്നാമത്തെ കൽപ്പന ഈ സമയത്ത് ദൈവം തമ്പുരാൻ കൽപ്പനയിൽ എഴുതിക്കൊണ്ടിരിക്കുക, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്നുള്ള കൽപ്പന ദൈവം തമ്പുരാൻ തന്റെ കൈവിരലുകൾ കൊണ്ട് താൻ തന്നെ ചെത്തിയുണ്ടാക്കിയ കൽപ്പനയിൽ എഴുതുമ്പോൾ അതിന്റെ നഗ്നമായ ലംഘനം താഴ്വരയിൽ നടക്കുകയാണ്. കണ്ടോ? അവിടെ തന്നെ വിഗ്രഹം സൃഷ്ടിക്കപ്പെട്ടല്ലോ, അല്ലേ? അഹരോന്റെ നേതൃത്വത്തിൽ. നോക്കൂ, അപ്പോ ജീവനുള്ള ദൈവത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് ജീവനില്ലാത്ത ഊപവിഗ്രഹങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സാത്താന്യ വ്യാപാരം അന്നേ തുടങ്ങിയതാണ്. ദൈവം തമ്പുരാൻ, ഞാൻ ചിന്തിക്കുന്നത്, ദൈവം തമ്പുരാൻ അന്നേ തീരുമാനിച്ചു ഈ മോശയുടെ ഭൗതിക ശരീരം സഭക്കാരെ കാണിക്കുന്നില്ല. കാരണം സഭക്കാര് കണ്ടാൽ നിങ്ങൾ പറ, മോശയുടെ കബറിടമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാകാൻ, നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, മോശ സമാധി അടങ്ങിയ സ്ഥലം. ഇനി അത് വെറും സമാധിയല്ല, അവരുടെ ദൈവമാണ് അവിടെ സമാധി അടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിന്റെ സ്വഭാവം പഠിച്ചു നോക്കി. ഒരു കുറച്ചു നേരത്തേക്ക് മാത്രം ഒരു സർപ്പത്തെ ഉണ്ടാക്കി, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തെ തൂക്കി ഒരു താൽക്കാലിക രക്ഷാപദ്ധതി ക്രമീകരിച്ച ദൈവത്തെ നമ്മൾ കാണുന്നു സംഖ്യാപുസ്തകത്തിൽ. എന്നാൽ ആ സർപ്പത്തെ അവർ വിട്ടുകളയാതെ, ഉപേക്ഷിക്കാതെ, നെഗുഷ്ടാനെന്ന് പേരിട്ട് അതിനെ ആലയത്തിൽ വരെ കൊണ്ടുവന്ന് ഇരുത്തി എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ സ്വഭാവത്തിന് ഇതിൽ കൂടുതൽ തെളിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിനറിയാം ഈ കല്ലറ സന്ദർശനത്തിന് ദൈവമക്കൾ ചില പേടിച്ചായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അയ്യോ, ഞാൻ എന്റെ കർത്താവിനെ ഒന്ന് ഉയർത്തിക്കോട്ടെ.
ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പിശാച് എത്ര വിദഗ്ധനെന്നറിയാവോ? നമ്മൾ ഈ സത്യം തെളിയിക്കാതെ, സത്യം തുറന്നു പറയാതെ, ജനത്തെ സ്തുതിപ്പിച്ചും ആരാധിച്ചും ഈ സുവിശേഷ യോഗം നടത്താൻ തുടങ്ങിയ പിന്നെ ഒരെണ്ണം പിടിപ്പിക്കപ്പെടുന്നില്ല. അതിന്റെ കാര്യം എന്നാ? പിശാചിന് പരിക്കില്ല, നമുക്കും പരിക്കില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദൂത് പറയാൻ ഒരു നിയോഗം. ഇത് ഈ 2 വർഷത്തിന് മുൻപ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു ചിന്ത ഞാൻ പറയാം. ഈ മാറായിലെ കയ്പ് മാറ്റിയതിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ കയ്പ് വെള്ളത്തിന്റെ അടുക്കലല്ലേ ആ വൃക്ഷം നിന്നത്? ആ വൃക്ഷം ഇത്രയും കാലം ആഗിരണം ചെയ്ത വെള്ളം ഏതാ? ഈ കയ്പുള്ള വെള്ളം. ഈ വെള്ളത്തിന് സമീപമാണല്ലോ വൃക്ഷം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷത്തിന്റെ വേരെ ആഗിരണം ചെയ്തത് ഈ കയ്പുള്ള വെള്ളമല്ലേ? അതിനകത്തെ ദൂത് ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. വചന വെളിപ്പാടുള്ളവർക്ക് കയ്പുള്ള വെള്ളമാണ് കുടിച്ചതെങ്കിലും ഇവര് കൊടുത്താലുണ്ടല്ലോ മധുരമുള്ളതേ കൊടുക്കും. ഇന്ന് രാത്രി യോഗത്തിലിരിക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാ. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി മധുരമുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന ചിലരെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, അതെത്രയോ ശ്രേഷ്ഠമാണ്. നമുക്ക് തിരിച്ചു വരാം. ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പറയാൻ കാര്യങ്ങളുണ്ടെങ്കിലും സമയം കൈവിട്ടു പോകുമല്ലോ. ശ്രദ്ധിച്ചേ. അപ്പൊ ദൈവം അന്നേ തീരുമാനിച്ചു ഈ കല്ലറ കാണിക്കില്ലെന്ന്. അപ്പോ സ്വാഭാവികമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ കല്ലറ സന്ദർശനത്തിന് പിച്ചള സർപ്പത്തിന്റെ പേര് മാറ്റിയിട്ട്, കാരണം അവർ നോക്കി രക്ഷപ്പെട്ടത് ആ രൂപത്തെയാണ്. അപ്പൊ അത് കളയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ രാജ്യഭരണം നടത്തുന്ന കാലത്തും പള്ളിയുടെ മൂലയ്ക്ക് പുള്ളി ഇരിപ്പുണ്ട്. ഒരു തുണിയൊക്കെ പുതപ്പിച്ചിരുത്തിയൊക്കെ. പക്ഷേ കൃപയുള്ള ഒരഭിഷക്തൻ ഭരണം ഏറ്റെടുത്തപ്പോ അതിനെ പുറത്താക്കിയെന്ന ദൈവത്തിന്റെ വചനത്തിൽ. നമുക്ക് അവിടെ നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, ചിലരൊക്കെ ചിലതെല്ലാം അനുവദിച്ചെന്ന് വരും. പക്ഷെ അടി കൊണ്ടാലും ഏറുകൊണ്ടാലും മരിക്കേണ്ടി വന്നാലും ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുക്കുന്ന തീരം നമുക്ക് അനുഗ്രഹമാണ് ഏത് തലമുറയിലും. അപ്പൊ ഈ കല്ലറ സന്ദർശനത്തിന് ഒരു പ്രത്യേക സമയം നിശ്ചയിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഈ പറയുന്ന ആശയം ആളുകൾക്ക് മനസ്സിലാവും. മോശ കബറടങ്ങിയ സ്ഥലം, സമാധിയായ സ്ഥലം നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ സന്ദർശിക്കും. എന്തിനാ? വഴി തുറക്കാൻ പോയി പ്രാർത്ഥിക്കും. എവിടെ? ഈ കല്ലറയ്ക്കൽ പോയി നിന്ന്. കാരണം അവരുടെ ദൈവമാണ് കിടക്കുന്ന എവിടെ? വടി കൊണ്ട് വഴി തുറന്ന ദൈവം. ഇത് ദൈവം മുൻകൂട്ടി കണ്ടു. വഴി തുറക്കാനും കയ്പ് മാറ്റാനും ഈ കല്ലറ സന്ദർശനം പിൽക്കാലത്ത് ഒരാചാരമായും ഒരനാചാരമായും, അത് ദൈവകൽപ്പനയുടെ ലംഘനമായും സമൂഹത്തെ വലയ്ക്കുമെന്ന് മുൻകൂട്ടി കണ്ട ദൈവം. മോശ കബറടങ്ങിയ സ്ഥലം ആരെയും ദൈവം കാണിച്ചില്ല. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടൊരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എന്റെ പരമാവധി ശബ്ദമെടുത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഏതെങ്കിലും മരിച്ചുപോയ സിദ്ധന്മാരുടെയോ അത്ഭുത വീരന്മാരുടെയോ ആചാര്യന്മാരുടെയോ കബറിടം കേന്ദ്രീകരിച്ചല്ല മനുഷ്യവർഗത്തിന്റെ വിടുതൽ. മൂന്നാം നാൾ റോമൻ മുദ്രയെ പതിച്ച് കല്ലറയെ തുറന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. ഹല്ലേലൂയ. അതുകൊണ്ട്
ഞാൻ അഭിമാനത്തോടെ ഉറക്കെ പറയുന്നു, മറ്റൊരിടത്തും രക്ഷയില്ല. ആമേൻ. രണ്ടാമത്തെ ചിന്ത, മറ്റൊന്നിലും രക്ഷയില്ല. അത് വിശദീകരിക്കാതെ ഒറ്റ വാക്ക് പറയാം. ഈ രക്തസ്രവക്കാരി സ്ത്രീ സൗഖ്യമായത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൾ യേശുവേ എന്ന് വിളിച്ചിട്ടില്ല, ബൈബിളിൽ തെളിവില്ല, യേശുവേ എന്ന് വിളിച്ചിട്ടില്ല. അവളുടെ വിശ്വാസം എന്തായിരുന്നു? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാചകം രക്ഷപ്പെടുമെന്ന്. അപ്പോ അവളുടെ വിശ്വാസം എന്താണ്? യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ രക്ഷപ്പെടും. അവൾ തൊട്ടു, അവൾ രക്ഷപ്പെട്ടു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഉടനെ രക്തസ്രവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. വാസുകർ, അന്നത്തെ കാലത്തെ ക്ലിനിക്കുകൾക്കും വൈദ്യന്മാർക്കും, അന്ന് വൈദ്യന്മാരും ക്ലിനിക്കുകളും ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് മുതലെല്ലാം പല വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഏറിയൊന്ന് സഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അന്ന് ക്ലിനിക്കുകളുണ്ട്, വൈദ്യന്മാരുണ്ട്, ചികിത്സയുണ്ട്. യേശുവിന്റെ കാലത്ത്, പഴയ നിയമകാലത്ത് കൊണ്ട് പ്രവാചകൻ അത് പറയുന്നുണ്ട്. ഗിലെയാദിൽ തൈലമില്ലയോ, ഗിലെയാദിൽ വൈദ്യനില്ലയോ? ആയുർവേദ ചികിത്സ പോലെയുള്ള ചികിത്സാ വിധികൾ പഴയ നിയമകാലത്തുമുണ്ട്, പുതിയ നിയമകാലത്തുമുണ്ട്. അപ്പോൾ ഒരു വൈദ്യന്മാർക്കും സൗഖ്യമാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവൾ യേശുവിലേക്ക് വരുന്നത്. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, സൗഖ്യമായി. പിന്നെ എഴുതിയിരിക്കുന്നത് അവൾ പുരുഷാരത്തിൽ മറഞ്ഞെന്നാണ്. അതിന്റെ കാര്യം എന്നാ? അവൾ 5 നയാ പൈസയുടെ ചെലവില്ലാതെ ഇത്രയും കാലം കാശ് മുടക്കി വൈദ്യന്മാരെ സമീപിച്ച് രക്ഷപ്പെടാൻ. വൈദ്യന്മാരെല്ലാം രക്ഷപ്പെട്ടു. അത് നമ്മുടെ കേരളത്തിലെ വൈദ്യന്മാർ ഞാൻ ഉദ്ദേശിച്ച ആത്മീയ വൈദ്യന്മാരുടെ കാര്യമാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, എല്ലാ വൈദ്യന്മാരും കോടികൾ ഉണ്ടാക്കി. ഇവരുടെ പുറകെ പോയവർ 1 കോടി കൊണ്ട് പോലും നമുക്കവിടെ നിൽക്കാൻ നിർവാഹവും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗമാണ്. അപ്പൊ വൈദ്യന്മാർ രക്ഷപ്പെട്ടു, ഇവർ രക്ഷപ്പെട്ടില്ല. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായി, പുരുഷാരത്തിൽ മറഞ്ഞു. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? യേശു തിരിഞ്ഞ് പുരുഷാരത്തിൽ തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, എന്റെ വസ്ത്രം? അതെനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം കൂടാ. എന്നാന്നറിയോ? യേശുവിന് അറിയത്തില്ല തൊട്ടതാരാണ്. അത് എന്നാ ചോദ്യമാണ്? കടലിൽ കിടന്ന മീന്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ടെന്ന് കരയ്ക്ക് നിന്നോണ്ട് കണ്ട കണ്ണാണ് നമ്മുടെ കർത്താവിന്റെ കണ്ണ്. യേശു കാണാതിരിക്കാൻ അത്തിമരത്തെ കയറി ഇല കൊണ്ട് സ്വന്തം ശരീരത്തെ മറച്ചു വെച്ച് കാത്തിരുന്ന സക്കായിയെ കൃത്യം അത്തിച്ചുവട്ടിൽ വന്നപ്പോ ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞവനാ. അവന്റെ സർവജ്ഞതയുടെ മുൻപിൽ ഒന്നും മറവല്ല. അങ്ങനെ ഇരിക്കെ വസ്ത്രം തൊട്ടത് ആരാണെന്നുള്ള ചോദ്യം അത് അത്ര സുഖമായി തോന്നില്ല. യേശുവിന് ചേരുന്ന ചോദ്യമല്ല എന്നുള്ളതാണ് എന്റെ വാദം. യേശുവിന് അറിയില്ല തൊട്ടതാരാണ്. പക്ഷെ ആ ചോദിച്ചതിനൊരു അർത്ഥമുണ്ട്. വസ്ത്രം തൊട്ടത് ആരാണെന്ന് യേശു ചോദിച്ചതിനൊരു അർത്ഥമുണ്ട്. ആ സഹോദരി മുമ്പോട്ട് വരട്ടെ എന്നതിന്റെ അർത്ഥം. ആ സിസ്റ്റർ എവിടെ പോയി? ജനക്കൂട്ടത്തിന്റെ ഇടയിൽ മറന്നു. കാരണം യേശു അവളെ തിരക്കിയതിന്റെ കാരണം യേശുവിന് മനസ്സിലായി, ഇവൾ ആ പോക്ക് പോയാൽ എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും ഒരു തുണിയുടെ മൂല മുറിച്ചോണ്ട് അവള് സ്വന്തം വീടിന്റെ സൈഡിൽ ഒരു ചെറിയ ചരിപ്പ് ഇറക്കി അവിടെ ഒരു കൂട്ടായ്മ. എന്താ? അയ്യോ, ഇതൊന്നും അറിയത്തില്ലേ കേരളത്തിലെ സ്ഥിതി? ഞാൻ കൊണ്ടുപോകാം തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ. നിങ്ങൾ ചിന്തിക്കണം, അത് യേശുവിന്റെ വെറും വസ്ത്രമല്ലല്ലോ. യേശുവിന്റെ വസ്ത്രത്തിനൊക്കെ എന്താ പേര്? തിരുവസ്ത്രം. ഞാൻ ചോദിക്കട്ടെ, ആ സഹോദരി അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയാൽ നമ്മുടെ സഭകളുടെയൊക്കെ സ്ഥിതി കട്ടപ്പുകയാണ്. പിന്നെ ജനം അങ്ങോട്ട് പോകും. വല്ലതും നടക്കുന്നിടത്തെ ജനമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതിന് കുശുമ്പെടുത്തിട്ട് കാര്യമില്ല. അപ്പോ സഹോദരി ഈ പോക്ക് പോയാൽ
ആ തിരുവസ്ത്രം ഒരു കണ്ണാടി കൂട്ടി വെച്ചിട്ട് പരിപാടി തുടങ്ങും. എന്തായിരിക്കും അവളുടെ സുവിശേഷം? ഈ സ്ത്രീയുടെ സുവിശേഷം തിരുവസ്ത്ര ദർശനത്തിലൂടെ, തിരുവസ്ത്ര സ്പർശനത്തിലൂടെ വിടുതൽ. ആഹാ! പിന്നെ നിശ്ചയിക്കപ്പെട്ട ഫീസ് ഒന്നുമില്ല. അവരവരുടെ മനസ്സിൽ തോന്നുന്നത് അവിടെ പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ടേച്ച് പോയാൽ മതി. അതിനകത്ത് ഇട്ടേച്ച് പോകുന്ന ഒരുപാട് പേര് എന്റെ അയലോകത്തുണ്ട്. ഇടുക ഇടുക ഇട്ടേച്ച് പോവാ. ഞാൻ ഒരു കാര്യം ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുക, ഏതെങ്കിലും വിശേഷപ്പെട്ടവരുടെ വസ്ത്രദർശനത്തിലൂടെയോ വസ്ത്രസ്പർശനത്തിലൂടെയോ വിടുതലുണ്ട് എന്ന് പഠിപ്പിക്കൽ ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ നിലവിലിരിക്കുമ്പോ കൃപ പ്രാപിച്ച ദൈവമക്കൾ, വചനം അറിയാവുന്ന ദൈവമക്കൾ, വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ദൈവമക്കൾ ഒരേ സ്വരത്തിൽ പറയും, മറ്റൊന്നിനും രക്ഷയില്ല. ആമേൻ. അവിടെ നമുക്ക് നിൽക്കാൻ നേരമില്ല. എന്റെ ഒടുവിലത്തെ ചിന്തയിലേക്ക് വരും നമ്മുടെ കുറിവാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ വാക്യം പത്രോസാണ് ഉച്ചരിച്ചത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പത്രോസ് പറയാൻ ആ 40കാരന്റെ സൗഖ്യം മാത്രമല്ല കാരണം. അതിനൊരു പിന്നാമ്പുറമുണ്ട്. പത്രോസും യാക്കോബും യോഹന്നാനും ഉയർന്ന മലയിൽ യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കാനായി പോയ രംഗം നമുക്കറിയാം. അവർ പ്രാർത്ഥിച്ചില്ല, അവർ ഉറങ്ങുമായിരുന്നു. അവർ ഉറങ്ങിയ സമയത്ത് അതിഥികളായ 2 ദൈവദാസന്മാർ വന്നില്ലേ, മോശയും ഏലിയാവും. ഇവർ 3 പേരും ഒന്നിനൊന്ന് മെച്ചവാ. മോശ വെള്ളത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്, ഏലിയാവും വെള്ളത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്, യേശുവും വെള്ളത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. പത്രോസ് നോക്കിയപ്പോ സിദ്ധന്മാര് 3 പേരാ. എവിടാ? മലയിൽ. അപ്പൊ ഇരിക്കട്ടെ ഒരു 3 കുടില്. നീ ശ്രദ്ധിച്ചു കേൾക്കണേ, 3 കുടിലുണ്ടാക്കാമെന്ന് പത്രോസ് പറയുക. യോഗത്തിന്റെ സമയം മുഴുവൻ ഇരുന്ന് ഉറങ്ങിയേച്ച് പുള്ളി ഇപ്പൊ ജീവാരോഗ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയേക്കണം. യോഗത്തിന് ഉറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ജീവകാരുണ്യം ചെയ്യണ്ട. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം പഠിച്ചു. എന്തായാലും ഇനി ഒരു കാര്യം കേട്ടോ, അവർക്ക് 3 പേർക്കും ആണല്ലോ കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞത്. ഞാൻ മരത്തണയിൽ വേണേലും കിടന്നോളാം, മോശ ഒരു വീട്ടിൽ താമസിക്കട്ടെ, ഏലിയാവും വീട്ടിൽ താമസിക്കട്ടെ, യേശുവും ഒരു വീട്ടിൽ താമസിക്കട്ടെ. കുടിലുണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിക്കുമ്പോ ആരാ ഇടപെട്ടത്? സ്വർഗത്തിലെ ദൈവം. ഞാൻ പറയും എന്റെ ഭാഷയെ പറഞ്ഞ സ്വർഗത്തിലെ ദൈവം ഇളകി. ഞാൻ പറയും, എങ്ങനെ ഇളകാതിരിക്കും? സിംഹാസനത്തിൽ അവർ എഴുന്നേറ്റു. എന്നാ സിദ്ധനെന്ന് വിളിച്ച് ദൈവമായി കണ്ടു കരുതി ഇസ്രായേൽ മക്കൾ മോശയിൽ ദിവ്യത്വവും ദൈവത്വവും കൽപ്പിച്ചു വരവേ, ആ മോശയുടെ കല്ലറ ആരും കാണാതെ ചരിത്രത്തിൽ മറച്ചു പിടിച്ച ദൈവത്തിന്റെ മുൻപിൽ ഇപ്പൊ ആ മോശയ്ക്ക് ഉയർന്ന മലയിൽ കുരിയാല പണിയുന്നു. വല്ല പിടി ദൈവം ഇടപെടാതിരിക്കുവോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരല്ല, ഇവന് ചെവി കൊടുപ്പി. പത്രോസിന്റെ വീട് പണി ദൈവം പൊളിച്ചു. എന്താ കാര്യം? അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇനി സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി ആളുകൾ വന്നാൽ എവിടെ പോണം? ആ ഉയർന്ന മലയെ പേടിയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇത് പറഞ്ഞാൽ പേടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതില്ല. അയ്യോ, അങ്ങ് സമ്മതിച്ചായാലും ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചോ. ദൈവം അടിത്തറ ഇളക്കാൻ പോവാ. ഞാൻ ഈ വചനത്തിനകത്താ നിൽക്കുന്നേ, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ചോദിക്കുന്നത്, രക്ഷ പ്രാപിക്കാൻ ആള് വന്നാൽ ആളുകൾ എവിടെ പോണം? യേശു ഇരിക്കുന്ന ആ ഉയർന്ന മലയിൽ പോണം. യേശു അവിടെ ഇരിക്കില്ലല്ലേ? കുടില്
പിന്നെ യേശുവിന്റെ അടുത്ത് ചെല്ലുമ്പോ അവിടെ ഭയങ്കര ക്യൂ ആണെങ്കിൽ വേറെ 2 കൗണ്ടറും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്ന് മോശയുടെ, ഇവര് 3 പേരും അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണല്ലോ. തമ്പുരാൻ വിടുവോ? അവൻ തന്റെ പ്രമാണത്തിൽ നിന്ന് മാറത്തില്ല. അവൻ രക്ഷയ്ക്ക് ഒരൊറ്റ മാർഗമേ ദൈവത്തിന്റെ കാര്യപരിപാടിയിലുള്ളൂ. അത് തന്റെ പുത്രന്റെ കാൽവറി മരണത്തിലൂടെ ദൈവം സ്ഥാപിച്ച രക്ഷയാ. ആ രക്ഷയ്ക്ക് വിരോധമായി, ആ പാപമോചന മാർഗത്തിന് വിരുദ്ധമായി എവിടെ ഏത് നടപടി വന്നാലും ദൈവം ഇടപെടുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പത്രോസ് ആ ശബ്ദം കേട്ടു. അവിടെ ഒരു മേഘം വന്ന് മൂടി, അല്ലേ? ശബ്ദം കേട്ടു. എന്നിട്ട് പത്രോസ് കണ്ണു തുറന്ന് ഇതെല്ലാം കഴിഞ്ഞു നോക്കിയപ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. അവൻ ചുറ്റും നോക്കിയാതെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അന്നേ പത്രോസ് മനസ്സിൽ കുറിച്ചു, മറ്റൊരുത്തരിലും രക്ഷയില്ല. അത്ഭുതം ചെയ്ത മോശയിലോ, അത്ഭുതം ചെയ്ത ഏലിയാവിലോ അല്ല രക്ഷ. 2 കള്ളന്മാരുടെ നടുവിൽ പാപമോചനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിലൂടെയാണ് രക്ഷ. യേശുവിലൂടെയാണ് രക്ഷ. മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിനും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ കർത്താവിനെ നമുക്കൊന്ന് ഒരുമിച്ച് ഉയർത്തണം. ആമേൻ. ഇത്ര ശബ്ദം, ഞാൻ ശബ്ദം നിങ്ങളോട് ആവശ്യപ്പെടുകയല്ല, ഇത്ര ഉള്ളോ ശബ്ദം ഞാൻ ചോദിക്കുക. എങ്ങനെ ഈ കർത്താവിനെ സ്തുതിക്കാതിരിക്കും? നമ്മൾ വല്ലതും ചെയ്തിട്ടാണോ രക്ഷപ്പെട്ടത്? നമ്മൾ കേട്ടല്ലോ, നമുക്ക് കിട്ടിയ വിടുതലിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒന്നും ചെയ്തില്ല. ഒരു കബറിടവും നമ്മൾ സന്ദർശിച്ചില്ല, ഒരു തിരുവസ്ത്രവും നമ്മൾ സ്പർശിച്ചില്ല, ഒരു സിദ്ധന്മാരെ കാണാൻ ക്യൂ നിന്നില്ല. എപ്പോഴോ ഒരിക്കൽ നാം ഇരുന്ന ഇരിപ്പിൽ യേശുവിൽ വിശ്വസിച്ചപ്പോ അതെ നാമും നമ്മുടെ കുടുംബങ്ങളെ രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. പാപമോചനത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഈ ജില്ലയിൽ വെളിപ്പെടും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ ചർച്ചയിൽ ഒരു സഹോദരൻ എന്റെ കൂടെ വന്നു. ഞാൻ സാബുവിനോട് പറഞ്ഞു, സാബു, മനുഷ്യ ദൈവങ്ങൾ മനുഷ്യരാ. അവൻ അവസാനിച്ചു കഴിയുമ്പോ ഒരുപാട് ആളുകൾ തിരിഞ്ഞു ചിന്തിച്ചു തുടങ്ങും, മരിച്ചു പോകുന്നതാണോ ദൈവത്തിന്റെ സ്വഭാവം? നമ്മൾ സേവിക്കുന്നത് മരിച്ചുപോയ ഒരു ദൈവത്തെ അല്ല, 3-ാം നാളോ. ഹല്ലേലൂയ. എനിക്ക് അവിടെയൊക്കെ വരുമ്പോ കല്ലറയ്ക്കുള്ളിൽ എന്റെ നാഥൻ ഒതുങ്ങിയില്ല എന്ന പാട്ടൊക്കെ പാടിയാൽ കൊള്ളാവുന്നുണ്ട്. നമുക്ക് സമയമില്ല. നമ്മുടെ കർത്താവ് അവൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയവനല്ല. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തിന് ചരമക്കുറിപ്പെഴുതിക്കൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷ ക്രൂശിൽ പാപപരിഹാര ബലിയിലൂടെ സാധിപ്പിച്ച കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഉയർത്തുകയാണ്. ഇതാണ് യഥാർത്ഥ രക്ഷാ മാർഗമെന്നിരിക്കെ സത്യമാർഗത്തിലേക്ക് ജനത്തെ വിടാതെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷയുണ്ടെന്നും, പ്രത്യേക വസ്തു ദർശനത്തിലോ സ്പർശനത്തിലോ രക്ഷയുണ്ടെന്നും, പ്രത്യേക സിദ്ധിയുള്ളവരിലൂടെ വിടുതലുണ്ടെന്നും പഠിപ്പിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ ഇന്ന് രാത്രി നാം ഈ കർത്താവിനെ ഉയർത്തിയിരിക്കുമ്പോ ഈ വചനം അതിന്റെ സ്വഭാവം കാണിക്കുമെന്ന് എന്റെ ഹൃദയം പറയുന്നത്. കാരണം ആരും കൈവെക്കാതെ തന്നെ ഈ വചനം അയച്ചാൽ വിടുതല. ഓ, പ്രാർത്ഥനയ്ക്കായി ദൈവമക്കൾ തലകൾ വണക്കിക്കാട്ടെ. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം തലകൾ വണക്കിക്കാട്ടെ. കർത്താവേ, ഈ വചനം ഇന്ന് രാത്രി ആമേൻ, 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 ചില വിശേഷ സ്ഥലങ്ങളിൽ ശക്തിയുണ്ടെന്ന് ജനത്തെ വിശ്വസിപ്പിച്ച് പണം അപഹരിച്ച് ജനത്തെ വലയ്ക്കുന്ന ഈ ജില്ലയിലെ എല്ലാ അന്ധകാര വ്യാപാരങ്ങളുടെ മേലും ഹല്ലേലൂയ ക്രൂശിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് ആമേൻ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തെ ഒരു നിമിഷം സെൻട്രൽ ശുശ്രൂഷകന്റെ അനുവാദത്തോടെ ഒരു നിമിഷം കൂടെ ദൈവദാസൻ എനിക്ക് തന്നിരിക്കുന്നു. നമുക്ക് ഈ കർത്താവിന്റെ നാമത്തെ
ഞാൻ പ്രസംഗിച്ചു, നമുക്ക് പാടി അവന്റെ നാമത്തെ ഒന്ന് ഉയർത്തണം. അമ്മേ, ഞാൻ എന്റെ അനുഭവം പറയാം. എന്റെ സഭയിലെ സഹോദരനായിരിക്കും. 8 വർഷം മുൻപ് വെറും 6-7 പേരെ കൊണ്ട് തുടങ്ങിയ ഒരു പുതിയ പേര ദൈവം ദർശനം തന്നിട്ട് തുടങ്ങിയതാ. ചോറ്റാനിക്കരയ്ക്ക് അടുത്താ ഞാൻ ശുശ്രൂഷിക്കും. ഇന്ന് 49 കുടുംബങ്ങൾ അവിടെ കർത്താവിനെ ആരാധിക്കാനുണ്ട്. ഞങ്ങളൊക്കെ ഈ വചനം പറഞ്ഞ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഒരു മന്ത്രവാദത്തെയും ഭയപ്പെടുന്നില്ല, ഒരു വെളിച്ചപ്പാടിനെയും ഭയപ്പെടുന്നില്ല. ദേശത്തെ അടക്കി വാഴുന്ന, പ്രത്യേക സ്ഥലങ്ങളിൽ കുടിയിരുന്ന് വാഴുന്ന പോരുകളെ ബന്ധിക്കാൻ കൃപ ലഭിച്ചവൻ ഇതിനകത്തുണ്ടെങ്കിൽ, അധികാരം ലഭിച്ചവൻ ഇതിനകത്തുണ്ടെങ്കിൽ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ കർത്താവിനെ ഒന്ന് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കുക,